സ്ലീഹാക്കാലം 4-ാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പുത്രന്റെ അധികാരം. നിത്യജീവൻ സമ്പാദിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം. യേശുവിന്റെ വചനം കേൾക്കുകയും അവനെ അയച്ച പിതാവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. വിളി കേൾക്കുമ്പോൾ ആടുകൾ അവനെ അനുഗമിക്കുന്നു. കാരണം അനുസരണം അവയുടെ അസ്തിത്വത്തിൽ രൂഢമൂലമാണ്. ആടുകളെ പോലെ വചനം കേൾക്കുക എന്നതാണ് നമ്മുടെയും വിളി. രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നാകുന്ന പ്രക്രിയയാണത്. ഈശോയും പിതാവും ഒരേ അസ്തിത്വമാണ്. അതിനാൽ പുത്രനെ ആദരിക്കുന്നവർ പിതാവിനെയും ആദരിക്കുന്നു. മറിച്ചും എല്ലാ അധികാരവും വിധിക്കാനുള്ള അധികാരം പോലും പിതാവ് പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി എന്ന പോലെ ജീവൻ നൽകാനുള്ള അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നു. വചനം ജീവദായകമാണ്. അത് മനുഷ്യന്റെ മജ്ജയിലും മാംസത്തിലും തുളച്ചുകയറി വിചാരങ്ങളെയും നിയോഗങ്ങളെയും ഊർജ്ജസ്വലമാക്കുന്നു. വചനം നിറഞ്ഞു നിൽക്കുന്നവരിലെ മുഖപ്രസാദം ചുറ്റുമുള്ളവരിലേക്കും വർഷിക്കപ്പെടുന്നു. അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നന്ദി ചുറ്റുമുള്ളവരിലേക്കും വാക്കാലും പ്രവൃത്തിയാലും നിർഗളിക്കപ്പെടുന്നു. അവരുടെ സാന്നിധ്യം ചുറ്റുമുള്ളവരിൽ ഉന്മേഷവും പുതുജീവനവും വാരി വിതറുന്നു.